നമുക്ക് സെക്കൻഡ് പാർട്ട് വിഷു കൈനീട്ടത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാലേ. അച്ഛനാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾക്ക് ഫസ്റ്റ് കൈനീട്ടം തരാറ്. ഈ വിഷു ആകുമ്പോൾ മെയിനായിട്ട് വെയിറ്റ് ചെയ്തൊരു കാര്യമുണ്ടോ കൈനീട്ടം. എന്റെ പോലെ കുറേ പേരെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടും അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈനീട്ടം കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് എണ്ണ കേട്ടോ ചെയ്യുക. പക്ഷെ ഇപ്പം ആ എക്സൈറ്റ്മെന്റ് ഒക്കെ പോയി. പിന്നെ വിഷുക്കണിയൊക്കെ കണ്ട് പടക്കൊക്കെ പൊട്ടിച്ച് കൈനീട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞൊരു 8:30 ആയ സമയത്ത് വേഗം എണീച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോയിട്ടോ. ഞാനും അമ്മയും അമ്മ ചേച്ചിയും വല്യമ്മയും ഏടത്തിയും കുഞ്ഞുമണിയും ഇല്ലും എൻ്റെ കസിൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് പോയത്. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് പ്രസാദം തരുന്ന സമയത്ത് എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പോലെ ₹1 നാണയം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈനീട്ടായിട്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മുടെ വീട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റിന് അടയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞുമണീൻ്റെ ഒപ്പം ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി അമ്മ ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഇന്ന് ബിരിയാണിയാണ്. കാരണം ഇന്നലെ നമ്മൾ ഓൾറെഡി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് വിഷുവിന് ബിരിയാണി വെക്കുന്ന ടീംസാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ എന്തായാലും അമ്മേൻ്റെ അടിപൊളി ബിരിയാണി കഴിച്ച് നമ്മൾ വിഷു അടിച്ചു പൊളിച്ചു. നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണേ.